വിജയകുമാർ, ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന ആ സംഭവങ്ങൾ നമ്മുടെ കണ്ണിലുടക്കും. അത്തരമൊരു സെഗ്മെന്റിലേക്കാണ് മിന്നൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യകരമായ ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളത് ചായക്കടകളാണ്. ചെറിയ നാട്ടുവഴികളിലും ഒപ്പം ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ചായക്കടകൾ അതിനൊരു കേന്ദ്രം കൂടിയാണ്. ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം വിശദമായി തന്നെ അവിടെ ചർച്ചയാവുകയും ചെയ്യും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പിന്നിലെ ചായക്കടയിലെത്തി ചായ കുടിക്കുമ്പോൾ കടക്കാരൻ ഒരു വോട്ട് കൂടി ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കാരണം അത് ചാല മോഹനാണ്. മൂപ്പര് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. ചൂട് ചായയ്ക്കും കടിക്കുമൊപ്പം കുറച്ച് രാഷ്ട്രീയം. ഭരണസിരാ കേന്ദ്രത്തിലെ അന്തഃപുര വർത്തമാനം. 16 വർഷം ചാലമോഹനൻ എന്നറിയപ്പെടുന്ന കരിമണം സ്വദേശി മോഹനന്റെ ദിനചര്യ ഇതായിരുന്നു. ഇപ്പോൾ ചായ കുടിക്കാൻ വരുന്ന പതിവുകാരോട് മോഹനൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടും. വോട്ട് നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിലാണോ അതോ ആറ്റിങ്ങലാണ്? എന്നാൽ നമ്മളെ പഴയ ബന്ധം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ടല്ലോ. ആ സുഹൃത്ത് ബന്ധം വെച്ച് ആ വോട്ട് ആട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചാലമോഹനൻ പോസ്റ്റർ തലയ്ക്ക് മുകളിൽ പോസ്റ്റർ. 3 മുന്നണികളും വാശിയോടെ പ്രചാരണങ്ങളിൽ മുഴുകുമ്പോൾ ചാലമോഹനനും അദ്ദേഹത്തിന്റെ ദളിത് മുന്നേറ്റ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോഴും ചിലർ ചോദിക്കും, എന്തിനാ വെറുതെ തോൽക്കാനായിട്ട്? ഞാൻ പൈസ കൊടുത്താൽ കിട്ടാത്തൊരു വലിയ പരസ്യമാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ചായത്തട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനവും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായവുമാണ് ചാലമോഹനന് പ്രചോദനം. ഞങ്ങളൊന്നും ചെറിയ ആൾക്കാരൊന്നും ചോദിച്ചാൽ വലിയ കടക്കാരൊന്നും സംഭാവന തരില്ല. അവർ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എന്തിനാണ് മത്സരിക്കുന്നു എന്നൊരു ചോദ്യമാണ് ആക്ഷേപ രൂപത്തിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 36 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുള്ള മോഹനൻ നഗരത്തിൽ പലർക്കും സുപരിചിതൻ. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കളക്ട്രേറ്റിലുമെല്ലാം കയറിയിറങ്ങും. എല്ലാത്തിനും ഒപ്പമുള്ളത് ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയായ ഭാര്യ നസീബ. ഞങ്ങൾ വയ്യാതാകുമ്പോൾ ഞങ്ങൾ 2 രൂപ കട അടച്ചിടും. എന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പൈസ ഇല്ല വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാനൊരു പിരിവെടുത്ത് തരാം, പിരിവെടുത്ത് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. പിരിവല്ല, നമ്മൾ കച്ചവടം ആകുമ്പോൾ നമുക്ക് പിരിവ് അടച്ചു കൊടുക്കാം. തെരഞ്ഞെടുപ്പ് മത്സരം കക്ഷിക്ക് അത്ര പുതുമയുള്ള കാര്യമല്ല. 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മണക്കാട് വാർഡിൽ മത്സരിച്ചാണ് തുടക്കം. അന്ന് മത്സരിക്കാൻ നിർബന്ധിച്ചവർ തന്നെ പാലം വലിച്ചതിനാൽ വോട്ട് 50-ൽ താഴെ മാത്രമാണ് കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 266 വോട്ട് കിട്ടി. ചാലമോഹനൻ ഉൾപ്പെടെ 9 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. പോരാട്ടം പതിവാക്കുന്നവർക്ക് തോൽവിയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതാണ് ചാലമോഹനന്റെ ആറ്റിറ്റ്യൂഡ്. ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ആ അവകാശമാണ് ഞാൻ വിനിയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. വിജയകുമാർ, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴേ പലപ്പോഴും ഉന്നയിക്കുന്ന എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്തായാലും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച് മത്സരിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം വെറുതെ എന്തിനാണ് മത്സരിക്കുന്നത് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ? പക്ഷേ ഇതിൽ ചാലമോഹനൻ അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അതായത് ചില ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ആശയം മനസ്സിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ അവർ ആ പിന്തുണയ്ക്കുകയോ അതിനെ എതിർക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ അത്തരം ഒരു ആശയം ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വേദികൾ ഉപയോഗിക്കുന്ന പബ്ലിസിറ്റി കിട്ടും. അതെ, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തി, ചില പാറമടകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരുണ്ട്. അപ്പോൾ ആ നാട്ടിലെ കുറെ ആളുകളിലേക്ക് കൂടി ഈ സന്ദേശം എത്തുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നവരുണ്ട്. അതുപോലെ ദളിത് പ്രശ്നമാണ് ചാലമോഹൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അത് മുന്നോട്ട് വയ്ക്കണം. അപ്പോൾ അങ്ങനെയും ചിലരുണ്ട് നമ്മുടെ കൂടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.